യുഎസ് ഉപരോധ ഇളവുകളിൽ മാറ്റങ്ങൾ വരുത്തിയാലും ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി നിലനിർത്തും. വാഷിംഗ്ടണിന്റെ ഉപരോധ ഇളവുകളുടെ അവസ്ഥ പരിഗണിക്കാതെ തന്നെ ഇന്ത്യ റഷ്യൻ അസംസ്കൃത എണ്ണ സംഭരണം ഉറച്ചു നിൽക്കുമെന്ന് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോള ഇന്ധന ചെലവ് വർദ്ധിക്കുകയും പശ്ചിമേഷ്യയിലെ അസ്ഥിരമായ സംഘർഷം രൂക്ഷമാവുകയും ചെയ്യുമ്പോൾ ദേശീയ ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക പ്രായോഗികതയും ന്യൂഡൽഹിയുടെ പരമപ്രധാനമായ മുൻഗണനകളായി തുടരുന്നുവെന്ന് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യൻ സമുദ്രോപരിതല എണ്ണയുമായി ബന്ധപ്പെട്ട പ്രധാന ഉപരോധങ്ങളിൽ ട്രംപ് ഭരണകൂടം വാരാന്ത്യത്തിൽ കാലഹരണപ്പെട്ടതിനെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കകൾ വർദ്ധിച്ചതിനെ തുടർന്നാണ് നിർണായക പ്രഖ്യാപനം. തിങ്കളാഴ്ച നടന്ന ഒരു മാധ്യമ സമ്മേളനത്തിൽ ന്യൂഡൽഹിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വിശദീകരിച്ചുകൊണ്ട് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ഇന്ത്യയുടെ ഇറക്കുമതി തന്ത്രം പൂർണ്ണമായും സ്ഥിരത പുലർത്തുന്നുവെന്ന് വ്യക്തമാക്കി. റഷ്യയ്ക്ക് മേലുള്ള അമേരിക്കൻ ഇളവിനെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ റഷ്യയിൽ നിന്നും വാങ്ങുന്നുണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇളവിന് മുൻപും ഇളവ് സമയത്തും ഇപ്പോഴും അവർ പറഞ്ഞു. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ സംഭരണ ചട്ടക്കൂടുകൾ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് വിപണിയിലെ ചലനാത്മകതയും ശക്തമായ വിതരണ ശൃംഖലയുമാണെന്നും ശർമ്മ ചൂണ്ടിക്കാട്ടി. വാങ്ങുന്നതിന് നമുക്ക് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് വാണിജ്യബോധമാണ്. അമേരിക്കൻ ചട്ടക്കൂടിന്റെ വീഴ്ച ന്യൂഡൽഹിയുടെ വാങ്ങൽ രീതികൾ മാറ്റത്തിന് കാരണമാകില്ലെന്ന് അവർ വിശദീകരിച്ചു. ഊർജ്ജ ലഭ്യതയെക്കുറിച്ചുള്ള ആഭ്യന്തര ഉത്കണ്ഠകൾ മുതിർന്ന ഉദ്യോഗസ്ഥൻ ലഘൂകരിച്ചു. വിദേശ ഭൂരാഷ്ട്രീയ ക്രോസ് കറന്റുകളെയും ആഗോള സമുദ്ര കപ്പൽ പാതകളിലുടനീളമുള്ള ദുർബലതകളെയും ചെറുക്കുന്നതിന്റെ രാജ്യത്തിന്റെ ഊർജ്ജ ലൈഫ് ലൈനുകൾ പ്രതിരോധ ശേഷിയുള്ളതായി തുടരുമെന്ന് ഉറപ്പാക്കി. ക്രൂഡിന് ഒരു കുറവുമില്ല. ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ പലതവണ കെട്ടിക്കിടക്കുകയാണ്. എന്ത് ഇളവ് നൽകിയാലും ഇല്ലെങ്കിലും ഇത് ബാധിക്കില്ല എന്നും കൂട്ടിച്ചേർത്തു. പ്രാദേശിക സംഘർഷങ്ങളും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള വിതരണ തടസ്സങ്ങളെക്കുറിച്ചുള്ള നിരന്തരമായ ആശങ്കകളും കാരണം അന്താരാഷ്ട്ര എണ്ണ സൂചികകൾ ഉയർന്ന നിലയിലായിരിക്കുമ്പോഴാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഈ ഉറച്ച നിലപാട്. അന്താരാഷ്ട്ര ബെഞ്ച്മാർക്ക് ബ്രെന്റ് ക്രൂഡ് ബാരലിന് 0.93% ഉയർന്ന് $110.28 US കൗണ്ടർ WTI ക്രൂഡ് 0.85% ഉയർന്ന് $106.32 പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട നിരവധി ചലനാത്മക സമരങ്ങളെ തുടർന്ന് ഊർജ്ജ വിപണികളിൽ സ്ഥിരമായ ചാഞ്ചാട്ടം അനുഭവപ്പെട്ടു. ഇത് ആഗോള ഊർജ്ജ വിതരണ ശൃംഖലകളിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന വ്യാപകമായ ആശങ്കകൾക്ക് കാരണമായി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന എണ്ണ ഇറക്കുമതി മെട്രിക്സിന്റെ ഒരു മൂലക്കല്ലായി മാറിയിട്ടുണ്ട്. പ്രധാനമായും ആഗോള ബദൽ മാനദണ്ഡങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മത്സര അധിഷ്ഠിത കിഴിവ് നിരക്കുകളിൽ ഇത് പലപ്പോഴും സുരക്ഷിതമാക്കപ്പെടുന്നതിനാൽ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ വാദങ്ങൾ സൂചിപ്പിക്കുന്നത് പാശ്ചാത്യ നിയന്ത്രണ രംഗത്തെ മാറ്റങ്ങളില്ലാതെ വാണിജ്യപരമായ ലാഭക്ഷമതയും ഘടനാപരമായി ആക്സസ് ചെയ്യാവുന്നതുമായ വിതരണങ്ങൾ തുടരുകയാണെങ്കിൽ ഇന്ത്യ റഷ്യൻ എണ്ണയുടെ ഉപഭോഗം നിലനിർത്താൻ സജ്ജരാണെന്നുമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.